ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിനീതും ഗംഗയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയും, വിനീതേട്ടാ, വീട് കിട്ടാൻ താമസം ഉണ്ടാകൂലേ, അതുവരെ തൽക്കാലം ഇവിടെ നിൽക്കാനാ എന്നോട് താര പറഞ്ഞത്. അതുമാത്രമല്ല, താരയുടെ ബൊട്ടിക്ക പ്ലസ് പോയിന്റ്. നമുക്ക് രണ്ടാൾക്കും അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുകയും ചെയ്യാലോ. രണ്ടാൾ നന്നായിട്ട് തയ്ക്കുന്നതല്ലേ. താര എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചു. ലാഭവിഹിതത്തിൻ്റെ ഒരു ഭാഗം തരാണെന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അതൊന്നും നമുക്ക് വേണ്ട, പക്ഷേ അവിടുത്തെ ജോലിയൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് പഠിച്ചെടുക്കാലോ. അതുമാത്രമല്ല, പുതിയ സ്റ്റൈലിലുള്ള തയ്യലും നമുക്ക് പഠിക്കാം. അതാ പ്രധാനമായിട്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. കുറച്ച് നാൾ നമുക്കിവിടെ അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് സ്വന്തമായിട്ട് ഒരു കട തുടങ്ങുകയും ചെയ്യാം. അപ്പം ഗംഗ അത്രയ്ക്കൊക്കെ അങ്ങ് ചിന്തിച്ചോ എന്ന് വിനീത് ചോദിക്കുക. പിന്നെ ചിന്തിക്കാതെ, എല്ലാവർക്കും ജീവിതത്തെപ്പറ്റി പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് അവർ ഓരോരോ വഴികൾ കണ്ടെത്തുക. നമ്മൾ മാത്രം ഇങ്ങനെ നമുക്ക് വേണ്ട വിനീതേട്ട അടിത്തറയുള്ളൊരു ജീവിതം എന്ന് ചോദിക്കാം. അപ്പം ഗംഗ അതിന് തലയാട്ടാണ് കേട്ടോ. ഇതേസമയം താര ആകെ ടെൻഷനോട് കൂടി ഗംഗയെ വിളിക്കുക. ഗംഗ ഇങ്ങ് വന്നേ എന്ന് പറയാം. എന്താ താരേ? അല്ല, നിങ്ങൾ വീട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ശരിയായോ എന്ന് ചോദിക്കുക. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? വീട് ഞങ്ങൾ നോക്കുന്നുണ്ടല്ലോ, നീ തൽക്കാലം ഇവിടെ നിന്നോളാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുക. അത് ഞാൻ അപ്പം പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയൊക്കെ മടങ്ങി വരുന്നുണ്ട്, മറ്റന്നാൾ അവർ തിരികെ എത്തും. അതിനു മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ എന്ന് പറയാം. താരെ, നീ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വീട് കിട്ടണമെങ്കിൽ അന്വേഷിച്ചിറങ്ങണം. ഇവിടെ ഈ നാട്ടിലൊരു വീട് കിട്ടാനൊന്നും അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത്. ദേ, അവർ വന്നു കഴിയുമ്പം നിങ്ങൾ ഇവിടെ കയറ്റി താമസിച്ചാൽ എനിക്ക് വലിയ ഇഷ്യൂ ആകും. അതുകൊണ്ട് എത്രയും വേഗം പറ്റുവാണെങ്കിൽ നാളെ തന്നെ ഇവിടെ നിന്നൊന്ന് മാറി തരണം എന്ന് പറഞ്ഞിട്ട് താര കയറിപ്പോവാം. അപ്പോൾ താരയുടെ വെപ്രാളവും സംസാരമൊക്കെ കേൾക്കുമ്പം ഗംഗ എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അടുത്ത് വിനീത് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് താരയ്ക്ക് ഇത് എന്ത് സംഭവിച്ചു എന്ന് വിനീതിനും സംശയം തോന്നുന്നുണ്ട്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാവേരിയും ശാരദാമ്മയും കൂടി ഒരു അമ്പലത്തിൽ പോയിരിക്കുക. അവർ ക്ഷേത്രത്തിന് പ്രദക്ഷിണമൊക്കെ വെച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അപ്പോൾ കാവേരി പ്രാർത്ഥിക്കുന്നുണ്ട്, ദേവി മഹാമായ, ഞങ്ങൾ ഈ നാട്ടിൽ പുതിയതാ, ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുള്ളൊരു വീട് എങ്ങനെയെങ്കിലും എത്രയും വേഗം റെഡിയാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതുപോലെ നീളക്കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേസമയം ശാരദയും പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ അതിജീവിച്ച ഇന്നിവിടെ വരെ എത്തിയിരിക്കുന്നത് എല്ലാം അങ്ങയ്ക്ക് അറിയാലോ. ഇനിയും ഞങ്ങളെ ഇനി പരീക്ഷിക്കല്ലേ ഭഗവാനെ. എൻ്റെ കുഞ്ഞ് നീള, അവളുടെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടക്കണം. അവൾക്ക് ഒരാപത്ത് സംഭവിക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഉതകുന്നൊരു വീട് ഞങ്ങൾക്ക് എത്രയും വേഗം റെഡിയാക്കി തരണേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കേട്ടോ. ഇതേസമയം നമ്മുടെ നരൻ്റെ മുത്തശ്ശി അംബികാമ്മയും അതേ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നമ്മുടെ തൊട്ടടുത്ത് ശാരദയുടെയും കാവേരിയുടെയും അടുത്തായിട്ട് തന്നെയാണ് അംബികാമ്മയെ നിൽക്കുന്നത്. അപ്പോൾ പൂജാരി വഴിപാടൊക്കെ നടത്തിയതിന് ശേഷം പ്രസാദമായിട്ട് വരിക. അപ്പോൾ കാവേരിയുടെ പേര് വിളിക്കും. കാവേരി രേവതി നക്ഷത്രം എന്ന് പറയുമ്പം വഴിപാട് കഴിച്ച പ്രസാദം നമ്മുടെ കാവേരി കൈ നീട്ടി മേടിക്കുക. അപ്പോൾ അംബികാമ്മ കാവേരിയെ ശ്രദ്ധിക്കുന്നുണ്ട്. കാവേരി നല്ല പേരാണല്ലോ ഈ കുട്ടിയുടെ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണേ. അപ്പം കാവേരിയും അംബികാമ്മ നോക്കുന്നത് കാണുമ്പം ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശാരദയുടെ അടുത്തേക്ക് കാവേരി ചെല്ലുക. അമ്മേ, നമുക്ക് പോയാലോ? ദേ പെണ്ണെ, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല എന്ന് പറയാം. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മ ശരിക്കും മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് പോകാം. ഞാൻ തൽക്കാലം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് കറങ്ങിയിട്ട് വരാം. നല്ല രസമുണ്ടല്ലോ ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ കാണാൻ. ഞാൻ പുറത്തുണ്ടാകും എന്ന് പറയാണ്. ദേ, ഞാനൊരു തൊട്ടം പ്രദക്ഷിണം വെച്ചിട്ട് അവിടെ നോക്കി നിന്നേക്കാം എന്ന് പറയാം. അപ്പോൾ ശാരദ ശരി എന്നുള്ള രീതിയിൽ തലയാട്ടാണ്. ഇതേസമയം നമ്മുടെ കാവേരി പുറത്തേക്ക് ഇങ്ങ് നടന്നു പോവാം. അപ്പം അംബികാമ്മ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അംബികാമ്മയും പ്രദക്ഷിണം വെക്കാനായിട്ട് പോവാണ്. പെട്ടെന്ന് തല കറങ്ങി അവിടെ വീഴാം. അപ്പോൾ കാവേരിയും അവിടെ അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓടി അടുത്തേക്ക് വരിക. കാവേരി പെട്ടെന്ന് അംബികാമ്മയെ പിടിച്ച് തൻ്റെ മടിയിൽ കിടത്തുകയാണ് കേട്ടോ. അതിനുശേഷം തൊട്ടടുത്തുള്ളൊരു ചേച്ചിയോട് കുറച്ച് വെള്ളം കൊണ്ടുവരാമോ എന്ന് ചോദിക്കാം. ആ ചേച്ചി ഒരു കുപ്പി വെള്ളമായിട്ട് വരികയാണ്. നമ്മുടെ കാവേരി ആ ബോട്ടിൽ തുറന്ന് അംബികാമ്മയ്ക്ക് വെള്ളം കൊടുക്കുക. പെട്ടെന്ന് അല്പം ഒരു ക്ഷീണം മാറുന്ന അംബികാമ്മ പേഴ്സിൽ മരുന്നുണ്ട് എന്ന് കാണിക്കുകയാണ്. ആ പേഴ്സ് തുറന്ന് അതിൽ നിന്നും ഗുളിക എടുത്ത് അംബികാമ്മയ്ക്ക് കാവേരി തന്നെ കൊടുക്കുക. അപ്പോൾ കാവേരിയുടെ ആ കെയറിങ്ങും ശ്രദ്ധയും ഒക്കെ അംബികാമ്മയുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം തോന്നിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശരിയായതിനു ശേഷം അംബികാമ്മ പതിയെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ കാവേരി ചോദിക്കും, എന്തു പറ്റിയതാ അമ്മേ എന്ന് ചോദിക്കുക. അത് പ്രഷർ ഉള്ളതാ കുഞ്ഞ്. ക്ഷേത്രത്തിലേക്ക് വന്നതിൻ്റെ ഇടയ്ക്ക് മരുന്ന് കഴിക്കാൻ ഞാൻ മറന്നുപോയി. അതാ
പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പം കുഴപ്പമില്ല, ഗുളിക കഴിച്ചപ്പം ശരിയായി എന്ന് പറയാം. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി കാണുന്ന ശാരദ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന ഒരു ആളോട് ചോദിക്കുക, എന്താ അവിടെ എന്ന് ചോദിക്കുക. അതോ ആ കുട്ടിയുടെ അമ്മ തല കറങ്ങി വീണതാ, ഇപ്പം കുഴപ്പമൊന്നുമില്ല, അതാ ഞങ്ങളിങ്ങ് പോകുന്നത് എന്ന് പറയാം. പെട്ടെന്ന് കാവേരി അവിടെ കാണുന്ന ശാരദ അംബികാമ്മയുടെയും ശാരദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല എടി, എന്താ സംഭവം എന്ന് ചോദിക്കുക. അപ്പം അംബികാമ്മ പറയും, അത് ഞാനിന്ന് തലകറങ്ങി വീണു, ഈ കുഞ്ഞ എന്നെ വേഗം പിടിച്ചത്, നല്ല കുട്ടിയാട്ടോ എന്ന് പറയാം. ആ നിനക്കൊരു അമ്മയെ കിട്ടിയെന്ന് എന്നോട് അവിടെയുള്ള ഒരാൾ പറഞ്ഞു, നോക്കാനായിട്ട് വന്നതാ ഞാൻ എന്ന് ശാരദ പറയാം. അയ്യോ ഈ മോളെ എനിക്കിങ്ങ് തന്നേക്കോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ കുഞ്ഞിനെ എന്ന് പറയാം. എടുത്തോ, ഇവളെ സഹിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടോയെന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയതാ, അല്ലേലും ഞാനും എന്ന് പറയാണ് കേട്ടോ. അപ്പം ശാരദയുടെ ചോദിക്കും, മോളാണല്ലേ? അതെ, രണ്ടാമത്തെ മകളാ എന്ന് ശാരദ പറയൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാവേരിയുടെ മനസ്സിൽ അമ്മയെ കളിയാക്കാണ്, നോക്കി ഒന്ന് പേടിപ്പിക്കുക, തന്നെ അമ്മ കളിയാക്കിയല്ലോ അതുകൊണ്ട്. അല്ല നിങ്ങളെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് അപ്പം ശാരദയോട് അംബികാമ്മ ചോദിക്കുക. ഞങ്ങൾ ഈ നാട്ടിൽ പുതിയതാ, ഞങ്ങളിവിടെ ആയിരുന്നില്ല താമസം, അങ്ങ് പുഷ്പവാടിയിലായിരുന്നേ എന്ന് പറയാണ്. അല്ല ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? എൻ്റെ ഇളയ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ വേണം, അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. പിന്നെ ജീവിക്കാനൊക്കെ പറ്റിയ നാടാണ്, എല്ലാവർക്കും ജോലിയൊക്കെ റെഡി ആകുവാണെങ്കിലേ ഇവിടെ തന്നെ കൂടാന്നാണ് ഞങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പാചകം അറിയാം, പിന്നെ എൻ്റെ മൂത്ത മകളും മരുമകനും നന്നായിട്ട് തയ്ക്കും, ഇവള് ഡിഗ്രി കഴിഞ്ഞതാ. അങ്ങനെയൊക്കെ ശാരദ അവരും അംബികാമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അല്ല ഇനിയും ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് കാണാട്ടോ, ഞാനെന്നാ പതിയെ മാറിക്കോട്ടെ എന്ന് അംബികാമ്മ ചോദിക്കുക. അയ്യോ അമ്മേ, ഇനി ഞങ്ങളെ കാണുമെന്ന് ഉറപ്പില്ല, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇന്നോ നാളെയോ ഇറങ്ങി കൊടുക്കണം. ഇനി പുതിയൊരു വീട് എവിടെയാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, മിക്കവാറും ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. ഒരിക്കലെങ്കിലും നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചില്ലേ, അത് തന്നെ ഭാഗ്യം എന്ന് ശാരദ അപ്പം പറയണം. അപ്പം കാവേരിയുടെയും അതുപോലെ തന്നെ ശാരദയുടെയൊക്കെ സംസാരം അംബികാമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അംബികാമ്മ താൻ വഴിപാട് കഴിച്ചത് പ്രസാദം മേടിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ കാവേരിയോട് ചോദിക്കും, മോളെ ആ വഴിപാട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും, എൻ്റെ കൊച്ചുമോൻ്റെ പേരിലാണ് നരയൻ, അതിൻ്റെ പ്രസാദം ഒന്ന് മേടിച്ചുകൊണ്ട് വരുമോ, അശ്വതിയ നക്ഷത്രം എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരി പിന്നെന്താ എന്നും പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടന്നു പോവാം. അത് കേൾക്കുമ്പോൾ അത് കാണുന്ന ശാരദ ചോദിക്കും, അല്ല നരയൻ ആരാ അമ്മേ എന്ന് ചോദിക്കാം. നരയൻ മകനാണോ? അല്ലല്ല, എൻ്റെ കൊച്ചുമോനാ, എനിക്ക് 2 പെൺകുട്ടികളാ, മൂത്ത മകളുടെ മകനാ നരയൻ എന്ന് പറയാം. പക്ഷേ അവൻ എനിക്ക് എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാ, കൊച്ചുമോനെ പോലെയൊന്നുമല്ല അവനെ ഞാൻ കാണുന്നത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ശാരദ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ല, അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവർ 2 പേരും മരിച്ചു എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്കും നമ്മുടെ നരനോട് ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് കാവേരി പ്രസാദവും മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ കാവേരി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എൻ്റെ മകന് ഇപ്പം കല്യാണപ്രായമായേ, പക്ഷെ കല്യാണത്തിനൊന്നും അവന് ഒരു താല്പര്യമില്ല, അവന് ഈ വിവാഹത്തിലുള്ള ഇഷ്ടമില്ലായ്മ മാറാനായിട്ട് അവൻ്റെ പേര് ഞാൻ സ്വയംവര പുഷ്പാഞ്ജലിയാണ് കഴിപ്പിക്കുന്നത്. ഇന്നിപ്പം അവസാനത്തെ ദിവസമായിരുന്നു, അതിൻ്റെ പ്രസാദം മേടിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കാവേരി മോൾക്ക എന്ന് പറയാൻ കേട്ടോ. എന്നും എൻ്റെ ഇളയ മകള് കൂടെ ഉണ്ടാകും ഗായത്രിയെ, ഇന്ന് അവൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം മോളെ എന്ന് പറയാം. അപ്പം അവരുടെ അടുത്തേക്ക് കാവേരിയും എത്തിയിട്ടുണ്ട്. എന്തു പറ്റി എന്ന് ചോദിക്കുക ശാരദ. അത് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയുടെയും വഴിപാടിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് അവൾക്കൊരു കുഞ്ഞു ജീവൻ വയറ്റിൽ മുറ്റിട്ടത്. പക്ഷേ അതിനെ താലോലിക്കാനുള്ള ഭാഗ്യം എൻ്റെ മകൾക്കുണ്ടായില്ല, ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ അംബികാമ്മ. അത് കേൾക്കുമ്പം കാവേരിക്കും അതുപോലെ നമ്മുടെ ശാരദയ്ക്കും ഒക്കെ ഒരുപാട് സങ്കടം വരാം. എന്നാൽ ഇനിയും സംസാരിച്ച് സമയം കളയുന്നില്ല, ഞങ്ങൾ പതിയെ മാറിക്കോട്ടെ എന്ന് കാവേരി ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ശരി എന്നുള്ള രീതിയിൽ അവർ തലയിട്ടാ. പെട്ടെന്ന് അംബികാമ്മയ്ക്ക് അവരെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാൻ തോന്നുന്നില്ല. അംബികാമ്മ പിന്നിൽ നിന്ന് വിളിക്കുക, ശാരദയെ അവിടെ നിന്ന് എന്ന് ചോദിക്കുക. എന്താ അമ്മേ എന്ന് ശാരദ ചോദിക്കുകയാണ്. അല്ല നിങ്ങൾ എന്താണേലും വീട് മാറാനായിട്ട് പോവല്ലേ, നിങ്ങൾക്ക് പറ്റിയൊരു വീട് കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല, എൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കുന്നതാ, അവിടെ താമസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അമ്മേ, ഔട്ട് ഹൗസ് എന്നൊക്കെ പറയുമ്പം ഞങ്ങൾ 6-7 പേരുണ്ടേ, ഇത്രയും പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ എന്ന് ശാരദ ചോദിക്കുക. പിന്നെ ഔട്ട് ഹൗസ് എന്നൊക്കെ ഇപ്പോൾ ഇട്ട പേരല്ലേ, ഞങ്ങളുടെ വീട് തന്നെയായിരുന്നു, പുതിയ വീട് പണിത് അങ്ങോട്ട് മാറിയപ്പം അതിന് പേര് ഔട്ട് ഹൗസിനാക്കി, നിങ്ങൾ വന്നൊന്ന് കാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടേ മതി എന്ന് അംബികാമ്മ പറയും. ഞങ്ങൾക്കിപ്പോൾ ഒരു വീട് അത്രയും അത്യാവശ്യം അമ്മേ, ഉറപ്പായിട്ടും വന്ന് കാണാം എന്നും പറഞ്ഞ് അംബികാമ്മയുടെ വണ്ടിയിലേക്ക് കാവേരി ശാരദയും കയറുകയാണ്. അത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അംബികാമ്മ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇതേ സമയം
നമ്മുടെ നരേൻ്റെ മുത്തശ്ശൻ വീടിൻ്റെ ഫ്രണ്ടിൽ തിണ്ണയിൽ തന്നെ ഇരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ച് കണ്ണും അടിച്ച് കിടക്കുക. അപ്പോൾ അവിടുത്തെ സെർവൻ്റ് ആയിട്ടുള്ള ആ സ്ത്രീയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അംബികാമ്മ ചോദിക്കും, അല്ല ഇന്ന് ഏതാ പാട്ട് ഇത്ര ശ്രദ്ധയോടെ കേൾക്കുന്നേ? അത് കേൾക്കുന്ന അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചി പറയും, ഇന്ന് നഗുമോ അംബികാമ്മ എന്ന് പറയാ. അല്ല ആരാ ഈ കൂടെ ഉള്ളത് എന്ന് അംബികാമ്മയോട് അവർ ചോദിക്കും. ഇത് ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കാനാ, വീട് നോക്കാൻ വന്നവരാ എന്ന് പറയാം. ഇത് ശാരദ, ഇത് കാവേരി. അല്ല നരേനകത്തുണ്ടോ എന്ന് അപ്പം അംബികമ്മ വീടിന് ചോദിക്കും. ഇല്ല, നരേമോൻ ഇവിടെ ഇല്ല. റൂം പൂട്ടിയിരിക്കുവാണോ? അതെ, റൂം പൂട്ടിയിട്ട നരേമോൻ പോയിരിക്കുന്നത്. എന്നാൽ പിന്നെ വീടിൻ്റെ താക്കോല് കിട്ടാൻ പ്രയാസമാണ്. സാരമില്ല, പുറത്തുനിന്ന് നിങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നീട് നമുക്ക് തുറന്ന് കാണാം എന്ന് അംബികാമ്മ പറയാം. അപ്പം അംബികാമ്മ അവരെയും കൂട്ടിക്കൊണ്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് അവിടെ നിൽക്കുന്ന സ്ത്രീ ആരാണെന്ന് കാവേരിക്ക് ഒരു സംശയം ഉണ്ടാകും. കാവേരിക്ക് ആ വീടും പരിസരവും ഒക്കെ കാണുമ്പോഴും താൻ മുൻപ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എവിടെ എങ്ങനെയെന്നൊന്നും കാവേരിക്ക് ഓർമ്മ കിട്ടുന്നതുമില്ല. അംബികാമ്മയോട് ചോദിക്കുന്നുണ്ട്, അത് ആരാ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ നിർത്തിയിരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഒരു വേലക്കാരി ആയിട്ടല്ല ഞങ്ങൾ അവളെ കാണുന്നത്. ഈ കുടുംബത്തിലെ ഒരു അംഗം, അത്രയും ഇഷ്ടമാണ് എനിക്ക് അവളോട് എന്ന് അംബികാമ്മ പറയാണ്. ഇതേസമയം നമ്മുടെ കാവേരിയും ശാരദയൊക്കെ അംബികാമ്മ വീട് കൊണ്ട് കാണിക്കുക. അപ്പോൾ ആ വീടും പരിസരവും ഒക്കെ രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പഴയ ടൈപ്പ് ഒരു വീട്, തൊട്ടടുത്ത് തന്നെ കിണറും നല്ല ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യവും ഉള്ള ഒരു വീടാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടും അവർക്ക് ആ വീടിനോടൊരു താല്പര്യമൊക്കെ തോന്നുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പം ശാരദ പറയുന്നുണ്ട്, നല്ല വീട്, നല്ല ഐശ്വര്യമുള്ള വീടാണല്ലോ എന്ന് പറയണ. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം ഒരു 50 വർഷം മുന്നേ ഒരു പെൺകുട്ടിയും വലതുകാലി വെച്ച് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് കാത്തു നിന്നിട്ടുണ്ട്. അപ്പം കാവേരിയും ശാരദയും അംബികാമ്മയെ സൂക്ഷിച്ചു നോക്കും. വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെ. ഞാൻ വലതുകാലി വെച്ച് കയറി വന്നത് ഈ വീട്ടിലേക്കാണ്. ഇതായിരുന്നു ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്ന വീട്. ഈ വീട്ടിൽ നിന്ന് ഏട്ടൻ എല്ലാ ബിസിനസ്സും തുടങ്ങി ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയത്. ആ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ വീടും കമ്പനിയും ഒക്കെ കെട്ടിപ്പണിത് ഉയർത്തിയത് ഏട്ടൻ്റെ പ്രയത്നമാണ്. അതെല്ലാം ഈ വീട്ടിൽ നിന്നായിരുന്നു. അടിത്തറ എന്ന് പറയാണ്. ഞങ്ങൾ പുതിയ വീട് പണിതപ്പോഴും ഇത് പൊളിച്ചു കളയാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. കുറേ കാലം ഈ വീട് ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. അതിനുശേഷം നിങ്ങളെപ്പോലെ തന്നെ ഒരു ഫാമിലി, ഞങ്ങളായിട്ട് ഒരുപാട് അടുപ്പമുള്ളൊരു ഫാമിലി വന്നു. അവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ വീട് ഞങ്ങൾ അവർക്ക് വാടകയ്ക്ക് കൊടുത്തു. കാവേരി മോളെ പോലെ തന്നെ നല്ല സുന്ദരിയായ മിടുക്കിയായൊരു കുട്ടി ഈ അവരുടെ കൂടെയും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അംബികാമ്മ പറയാം. അത് കേൾക്കുന്ന ശാരദ ചിരിക്കുകയാണ് കേട്ടോ. അല്ല, നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും വീടൊക്കെ നിങ്ങൾ നടന്ന് കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് പറയാം. അപ്പോൾ വീടും പരിസരവും ഒക്കെ നമ്മുടെ കാവേരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, അമ്മേ ഞാനേ പുറമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് കാവേരി അതിലൂടെ എല്ലാം നടന്ന് നോക്കുവാണ്. അപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത കാവേരിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് കാവേരിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. ഇതേ സമയം കാവേരിയും ശാരദയും വീട് നോക്കാൻ വന്നതൊന്നും മുത്തശ്ശന് അറിഞ്ഞിട്ടില്ല. ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിനോട് മുത്തശ്ശന് ഒട്ടും തന്നെ താല്പര്യവുമില്ല കേട്ടോ. ആ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അത് നമ്മുടെ മുത്തശ്ശനെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്നാൽ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മുത്തശ്ശൻ അവർക്ക് വാടകയ്ക്ക് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഗുഡ് ബൈ.